ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡോപ്പമൈൻ. യാ, കുറേ കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് എത്ര ടൈം ഉണ്ടാകും, എത്ര ടൈം ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറയുകയാണ്. ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി മാറ്റി വെച്ചിട്ട് ഇത് കാണണമെന്നൊന്നും ഞാൻ പറയില്ല. വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെങ്കിൽ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് എന്ന് ഞാൻ പറയുന്നില്ല. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുമായിരിക്കും മേ ബി ഈ ഒരു വീഡിയോയിൽ നിന്ന്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് സയൻറ്റിഫിക് ബേസ്ഡ് കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ തിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം വി ഓൾ ആർ ഹ്യൂമൻ. സോ വി ഓൾ ആർ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെയും നമുക്ക് ലോജിക്കലി ജനറലി ഉള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പം ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഫീലിങ്സും അവരുടെ ഡോപ്പമൈൻ ബേസിലായും എല്ലാം മാറും. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ എല്ലാം അപ്ലിക്കേഷൻ എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ തന്നെ വിചാരിച്ചത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡോപ്പമൈൻ. എന്താണ് ഡോപ്പമൈൻ, അല്ലെ എന്തുകൊണ്ടാണ് ഡോപ്പമൈൻ ഇത്ര ഇമ്പോർട്ടൻറ്റ് ആസ് എ ട്രേഡർ? നിങ്ങൾ ഒരു സിനാരിയോ ഞാൻ പറയാം, അത് നല്ല രീതിയിൽ കേൾക്കുക. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ TP അടിക്കുമ്പോൾ വരുന്ന ഒരു ഹാപ്പി ഹോർമോണാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഫീൽ ഗുഡ് തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്നുള്ളൊരു സാധനം. നിങ്ങൾ ട്രേഡിംഗ് ഡെസ്കിലേക്ക് പോയി ഇരിക്കുമ്പോഴേ നിങ്ങളുടെ ബയാസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോഴേ കീപ് ദ വേർഡ് ഇൻ മൈൻഡ്. ബയാസ്, ആ ഒരു സാധനം ഷിറ്റാന്നുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ മനസ്സിലാവും. അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ ബ്രെയിൻ അവിടെ പല ചിന്തകളും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പെക്റ്റേഷൻസ്, മാർക്കറ്റിലേക്ക് വരിക, ട്രേഡ് എടുക്കുക, അത് TP അടിക്കുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ചിന്തിക്കുന്ന ഈ ബയാസ് തന്നെ, അതും ഒരു ഡോപ്പമൈൻ കിക്ക് തരും നമുക്ക്. കാര്യം നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് വന്നിരുന്നു, നിങ്ങൾ എവിടുന്നോ കേട്ടു ഓക്കെ ഇന്ന് പ്രൈസ് ബുള്ളിഷാണ്, അല്ലെ ഡെയിലി നറേഷൻ പ്രൈസ് ബുള്ളിഷാണ്, പ്രൈസ് ഇന്ന് ബുള്ളിഷാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, ഓഫ് ബെയറിഷാണ്, എന്താണെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുവാണെങ്കിൽ മോർ ലൈക്ലി നിങ്ങളുടെ ട്രേഡ്സ് ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് ആ ഒരു ഇൻസ്റ്റിൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ ബൈ എടുക്കാനായിരിക്കും കൂടുതൽ ചാൻസ്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആ ബൈക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഷോർട്ട് പോകാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സെറ്റപ്പ് ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു ഷോട്ട് കിട്ടിയാൽ പോലും നിങ്ങളത് എടുക്കില്ല. കാര്യം നിങ്ങൾക്കത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇല്ലാതാവും. അതേപോലെ തന്നെ നിങ്ങളുടെ നറേഷൻ നിങ്ങൾക്ക് ഇല്ലാതാവും. നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഹാപ്പി ഹോർമോൺ അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ എപ്പോഴും എൻഡ് പ്രോഡക്റ്റിൽ മാത്രമല്ല ആക്ച്വലി നമുക്ക് ഡോപ്പമൈൻ കിട്ടുന്നത്, ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴും നമുക്ക് ഡോപ്പമൈൻ കിട്ടും. ഇനി അതവിടെ നിന്നിട്ട് കുറച്ച് ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ഡോപ്പമൈൻ നമ്മുടെ സർവൈവലിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീൻ എന്ന് പറയുന്നില്ല, ഒരു ജീവനുള്ളൊരു സാധനത്തിൻ്റെ ഏറ്റവും രണ്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സർവൈവൽ ആൻഡ് റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഈ രണ്ടിനും ഡോപ്പമൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സെക്സ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇത് ആ പ്രോസസ്സ് ഇറ്റ് സെൽഫ്, അല്ലാതെ ആ ഒരു എൻ്റെ പ്രോഡക്റ്റിൽ മാത്രമല്ല നമുക്ക് സന്തോഷം വരുന്നത് അല്ലെങ്കിൽ ഫീൽ ഗുഡ് വരുന്നത്, അത് ആ പ്രോസസ്സ് ഇറ്റ് സെൽഫ് നമുക്ക് സന്തോഷം തരുന്നതാണ്. പിന്നെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത്, സർവൈവ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻലി വേണ്ട കാര്യം എന്ന് പറയുന്നത് ഫുഡ്, അതേപോലെ ഷെൽട്ടർ, അതേപോലെ തന്നെ ഒരു സോഷ്യൽ എൻവയറമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഡോപ്പമൈൻ പ്രോസസ്സിൽ തന്നെ ആക്ടിവേറ്റ് ആവും. സേ ഫോർ ആൻ എക്സാമ്പിൾ ഫുഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, ഫുഡ് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഹൈ കാലോറി ഫുഡ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ഓക്കെ ഇതെൻ്റെ ഹൈ കാലോറി ഫുഡാണ്, എനിക്കിത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് എനർജി ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഐസ്ക്രീം കാണുമ്പോഴും മീറ്റ് കാണുമ്പോഴും ഹൈലി പ്രോസസ്ഡ് ഫുഡ് കാണുമ്പോഴും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോറ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാലറി ഡെൻസ് ഫുഡ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ നേരം എനർജി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാം എന്നുള്ളൊരു പ്രിമിറ്റീവ് മൈൻഡ് സെറ്റാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പം ഒരു സോഷ്യലൈസ്ഡായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ ഇവൻ ഹെൽപ്പ് ചെയ്യായിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ കാര്യം തന്നെ.
ഹ്യൂമൻസ് ആർ മോർ ലൈക്ക് ഒരു സോഷ്യൽ ആനിമൽ. മറ്റുള്ള മൃഗങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ അല്ലാതെ ലൈഫ് ടൈം ഒരുമിച്ച് ജീവിക്കുന്ന മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ട്. പക്ഷേ ഹ്യൂമൻസിൻ്റെ അത്ര ഇമോഷൻസ് ബിൽഡ് ചെയ്തൊരു ബോണ്ട് ഉണ്ടാക്കുന്നത് ലൈക്ക് ഉണ്ട്, ഇല്ലെന്നല്ല, അത്രയും റെയറാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിലല്ല, ഈ ചെയ്യുന്ന എൻഡ് പ്രോഡക്റ്റ് മാത്രമല്ല, ഈ പ്രോസസ്സിലും നമുക്ക് ഡോപ്പാമൈൻ റിലീസ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം ആക്ച്വലി ഹൈലി ഡോപ്പാമൈൻ റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ ഈ ഡോപ്പാമൈനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിനൊരു ബേസ് ലൈൻ ഉണ്ട്. ഈ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാവർക്കും ഒരേപോലല്ല. ഈ ബേസ് ലൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ നമ്മുടെ പാസ്റ്റിൽ നമുക്ക് എത്രത്തോളം ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ സന്തോഷം കിട്ടി, ഫീൽ ഗുഡ് കിട്ടി എന്നുള്ളതിനെ വെച്ചിട്ടാണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ട്രേഡിങ്. നിങ്ങളൊരു $5,000 അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളൊരു യൂഷ്വലി ഒരു $500 പേ ഔട്ട് എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. വൺസ് നിങ്ങൾ പേ ഔട്ട് എടുത്തു, ഓക്കെ, നിങ്ങൾ സ്വിച്ച് ചെയ്യുന്ന വിചാരിക്കുക. നിങ്ങൾ നേരെ സ്വിച്ച് ചെയ്തൊരു $10,000 പോയി അവിടെ ഒരു $1,000 പേ ഔട്ടിലേക്ക് പോയി കഴിഞ്ഞ് അത് കൺസിസ്റ്റൻ്റ് ആയി പിന്നെ ഒരു 100K പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തിരിച്ച് ആ ഒരു 5K ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നത്തില്ല. 5K ട്രേഡ് ചെയ്ത് നിങ്ങൾ പഴയ പോലെ $500 നിങ്ങൾ പേ ഔട്ട് എടുത്താൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഡോപ്പാമൈൻ കറക്റ്റ് കിട്ടില്ല. കറക്റ്റ് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ഗുഡ് കിട്ടത്തില്ല. ഈവൻ ദോ ഇഫ് യു ആർ മേക്കിംഗ് മണി ഓൾസോ നിങ്ങൾക്ക് അത് ഫീൽ കിട്ടത്തില്ല. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം എനിക്കിപ്പം ചലഞ്ച് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ട്രേഡിഫൈഡ് ഒരു പേ ഔട്ടിൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ചലഞ്ച് ചെയ്യത്തില്ല, എനിക്ക് ചലഞ്ച് ചെയ്യാൻ തോന്നത്തില്ല. അപ്പോൾ ഇതിനകത്ത് നടക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചലഞ്ച് പാസ്സാക്കുന്നതൊന്നും എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ല. സന്തോഷമുള്ള കാര്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ബേസ് ലൈൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളനുസരിച്ച്. ഇതുകൊണ്ടാണ് ആക്ച്വലി ആൾക്കാർക്ക് ഹ്യൂമൻസ് എല്ലാവർക്കും ഗ്രീഡ് വരുന്ന സാധനം. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു $1,000 ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഈ $1,000 ആയിരിക്കും നിങ്ങളുടെ പീക്ക് എന്ന് പറയുന്നത്, എക്സാമ്പിൾ. അപ്പോൾ ഇനി അടുത്ത 1,500 അല്ലെ 1,100 ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഹാപ്പിനെസ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡോപ്പാമിൻ ലൈക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പാസ്റ്റ് റെക്കോർഡിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് മേലോട്ട് വന്നെങ്കിൽ മാത്രമേ പിന്നീട് നമ്മൾ കൂടുതൽ ഹാപ്പി ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹാപ്പി ആകണം ബ്രെയിൻ. അതിനാണ് ആക്ച്വലി ഓരോ കാര്യങ്ങൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതെങ്ങനെ ലൈക്ക് നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഞാൻ പറയാം. ഇപ്പം ചില ആക്ടിവിറ്റീസ് ലൈക്ക് ഡോപ്പാമിൻ ഫ്ലഡ് ആവുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇപ്പം നിങ്ങളൊരു ഗ്രാഫ് പോലെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു ഗ്രാഫ് നേരെയാണ് ബേസ് ലൈൻ എന്ന് വിചാരിക്കുക. അതായത് ഇവിടെയാണ് നിങ്ങളുടെ ഡോപ്പാമൈൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഡോപ്പാമൈൻ ഹാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഡോപ്പാമൈൻ റിലീസ് ആവുന്ന എന്ത് ചെയ്താലും ഈ ബേസ് ലൈനിൽ നിന്ന് ഇത് മേലോട്ട് പോകും. അപ്പോൾ ഈ മേലോട്ട് പോകുന്നതിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആക്ച്വലി അത് എത്ര നല്ല ഡോപ്പാമൈനാണെന്ന് പറയുന്നത്. കാര്യം നമ്മളൊരു പ്രോസസ്സ് ചെയ്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടുന്നത്, ആസ് ഐ സെഡ് ബിഫോർ, ഹാവിങ് സെക്സ്, ഹണ്ടിങ് ഫുഡ്, അല്ലെങ്കിൽ സോഷ്യലൈസിങ് വിത്ത് പീപ്പിൾ, ഇതെല്ലാം എന്ന് പറയുന്ന ഒരു സ്ലോ റിലീസിങ് ഹോർമോണാണ് ലൈക്ക് ഡോപ്പാമൈൻ. അതേസമയം ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫോൺ വാച്ച് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ഡോപ്പാമൈൻ കിക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇപ്പം അതിൻ്റെ ഡോപ്പാമൈൻ ഹൈക്ക് എന്ന് പറയുന്നത് പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. ആക്ച്വലി ഇപ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണാണത്. അവിടെ നിന്ന് പ്രൈസ് എന്ന് പോലും ആ ഡോപ്പാമൈൻ ലൈൻ തിരിച്ചെത്തിയിട്ട് നിങ്ങളുടെ ആ ബേസ് ലൈനിലല്ല നിൽക്കുന്നത്. ബേസ് ലൈനിൽ നിന്നാലും കുഴപ്പമില്ലായിരുന്നു, അത് തിരിച്ചു വരുന്നത് പറയുന്ന ആ ബേസ് ലൈനിലും താഴെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, ഇപ്പോൾ ഒരു അഡിക്ഷൻ ഉള്ള ആൾക്കാർ നോക്കുമ്പോൾ ലൈക്ക് ഒരു ഡ്രഗ്സിലോ അല്ലെങ്കിൽ ഇനി സംഭവത്തിൽ അഡിക്റ്റഡ് ആണെങ്കിൽ അവർ ആ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞ് ആ പ്രോസസ്സിൻ്റെ എൻഡിൽ അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, അത് കഴിഞ്ഞ് അവർക്ക് ഭയങ്കര കുറ്റബോധം, അല്ലെങ്കിൽ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ആ ഡോപ്പാമൈനിലേക്ക് എത്തിപ്പെടാൻ പിന്നെ അവരത് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ബേസ് ലൈനിലും താഴെ പോവാണ്. കാര്യം അവരുടെ ബോഡിയിൽ പിന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാണ്. അത് സ്ട്രെസ് ഹോർമോണാണ്, ടെൻഷനാണ്, ലൈക്ക് അത് നോട്ട് ഫീൽ ഗുഡ് എന്നുള്ളൊരു സംഭവമാണ്. ഡോപ്പാമൈൻ്റെ ഓപ്പോസിറ്റ് എന്ന് വേണേൽ പറയാം, പക്ഷേ ഇറ്റ് നോട്ട് എക്സാക്ട്ലി. പക്ഷേ അങ്ങനെ മനസ്സിലാക്കിയാലും തെറ്റൊന്നും പറയാനില്ല അതിൽ. സോ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ട്രേഡിംഗ് ചാർട്ട്. അപ്പം നിങ്ങളൊരു ബയാസ് ഡിറ്റർമൈൻ ചെയ്ത് മാർക്കറ്റിലോട്ട് വരുന്നു, നിങ്ങൾ ട്രേഡ് എടുക്കുന്നു. ലൈക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ, ഞാൻ പറഞ്ഞു, ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊരു പ്രോസസ്സിലെ നിങ്ങളത് ഡോപ്പാമൈൻ നിങ്ങൾ ഫ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ബ്രെയിനിൽ. ഓക്കെ, ട്രേഡ് എടുക്കുന്നു, TP അടിക്കുന്നു എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. കാര്യം നിങ്ങളൊരു നിങ്ങളൊരു ബയാസ് ചിന്തിക്കുന്നുണ്ട്. അപ്പം
ഇങ്ങനെ ചിന്തിക്കാതിരിക്കാൻ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബയാസ് എന്ന് പറയുന്ന സാധനം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാര്യം ബയാസ് മാത്രം യൂസ് ചെയ്ത് പക്കയായിട്ട് റെഡി ചെയ്യുന്നവരുണ്ട്. ഇതവിടെ നിർത്തിയിട്ട് ഞാൻ ഈ ബയാസ് വേണ്ടെന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ ചിന്തിക്കുക എനിക്ക് ഈ ലോവർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ഫ്രാക്ടൽ നേച്ചറിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കാം. ഒരിക്കലും അല്ല. എനിക്ക് നല്ലപോലെ ഫ്രാക്ടൽ നേച്ചറാണ്, ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഫ്രാക്ടൽ അല്ലെങ്കിൽ ക്വാണ്ടം ഡേറ്റയാണ് ലോവർ ടൈം ഫ്രെയിമിൽ നടക്കുന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്ക് അറിയാത്തതൊന്നുമല്ല. പക്ഷേ സ്റ്റിൽ ഇത് ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, ലൈക്ക് മാർക്കറ്റിൽ വന്നിരുന്ന് എല്ലാ ദിവസവും ട്രേഡ് എടുത്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഹയർ ടൈം ഫ്രെയിം നോട്ട് റിയലി മാറ്റർ വെൻ കം ടു ദ ട്രേഡ്. ഇറ്റ് ഈസ് മാറ്റർ. കാര്യം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എന്നുള്ള പ്രൈസിൻ്റെ ചെറിയ ചെറിയ റിജക്ഷൻസ് ആണ് ആക്ച്വലി ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് വലിയ മൂവായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബുള്ളിഷേ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബെയറിഷ് ആണെന്ന് പറഞ്ഞ് ബെയറിഷേ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഞാൻ ഒരു പർട്ടിക്കുലർ ബയാസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. അത് അങ്ങനെയാണ് ആക്ച്വലി. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈക്ക് ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ ഫോൺ എടുക്കുകയാണെങ്കിൽ അവരുടനെ ചെയ്യും എൻ്റെ മോൻ എന്തോ പറ്റിയോ, അവനെ വണ്ടി ഇടിച്ചോ, അവൻ മരിച്ചു പോയോ എന്നൊക്കെ ചിന്തിക്കുക അവർ. അത് അവരുടെ ഓവർ തിങ്കാണ്. ലൈക്ക് അങ്ങനെയാണ് ആക്ച്വലി ആ ഒരു ബേസ് ലൈൻ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ നമുക്ക് വേണ്ട ഒരു ഡോക്യുമെൻറ്റ് കളഞ്ഞു എന്ന് വിചാരിച്ചു, ചിലപ്പോൾ അത് കാണാതായതായിരിക്കും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നമ്മൾ മാറ്റി വെച്ചായിരിക്കും. പക്ഷേ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ ആ ഡോക്യുമെൻറ്റ് കളഞ്ഞു പോയി, ഇനി എങ്ങനെയെങ്കിലും പോയി. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അത് ഒന്നുമല്ല, നമ്മുടെ ബ്രെയിൻ ഒരു സേഫ് സൈഡ് കണ്ടുപിടിക്കുന്നതാണ് അതിൻ്റെ. ഇപ്പം അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ലൈക്ക് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തീരും അത്. പക്ഷേ ഇറ്റ് ഈസ് വെരി ഹാർഡസ്റ്റ് ജോബ് ആസ് എ ട്രേഡർ ക്യാൻ ഡു എന്ന് പറയുന്ന സംഭവം. ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഡോപ്പമൈനെ നിങ്ങൾ കറക്റ്റായിട്ട് മുമ്പോട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്ലോ റിലീസിങ് ഡോപ്പമൈൻ ആക്ടിവിറ്റീസ് സംതിങ് ലൈക്ക് ടോക്കിംഗ് ടു യുവർ പേരൻസ്, ടോക്കിംഗ് ടു യുവർ ലൈക്ക് നിങ്ങളുടെ ലവബിൾ വൺസ്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആക്ച്വലി ഈ പറയുന്ന ഡോപ്പമൈനെ ആയിട്ടുള്ള കൺട്രോൾ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട്. ഇപ്പം വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നവരോ കൊക്കൈൻ യൂസ് ചെയ്യുന്നവരോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ട്രേഡിങ്ങിൽ സസ്റ്റെയിൻ ചെയ്തു പോകുക എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ ഈ പറയുന്നതല്ല ഒരു സസ്റ്റൈനബിളിനെ പറ്റി ഉള്ള കാര്യം. അതായത് മാർക്കറ്റ് വന്ന് ഗ്യാമ്പിൾ ചെയ്ത് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യമല്ല. പൈസ ഉണ്ടാക്കുക എങ്ങനെ ഉണ്ടാക്കാം, ഗ്യാമ്പിൾ ചെയ്തും ഉണ്ടാക്കാം, അതിലൊന്നും തെറ്റില്ല. ഗ്യാമ്പിൾ ചെയ്തും പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, തെറ്റില്ലെന്നല്ല. ആ പെർസ്പെക്റ്റീവ് അവർക്ക് ഓക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇവിടെ പറയുന്ന ഒരു കൺസിസ്റ്റൻ്റ്ലി ലൈക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു സാധനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ലൈക്ക് ഒരു ഫാസ്റ്റ് റിലീസിങ് ഹോർമോൺ ലൈക്ക് ഡോപ്പമൈൻ ഫാസ്റ്റ് റിലീസിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അയാൾ ജസ്റ്റ് സിഗരറ്റ് വലിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ജസ്റ്റ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഈ ഡോപ്പമൈൻ ഹൈയിൽ നിന്ന് നേരെ തിരിച്ച് ബേസ് ലൈൻ്റെ താഴേക്ക് വരും. പെട്ടെന്ന് ട്രേഡിലേക്ക് വന്നിരിക്കുമ്പോൾ അയാളുടെ ട്രേഡ് അയാൾ ഈ ഡിറ്റർമൈൻ ചെയ്തതുപോലെ പ്ലേ അപ്പ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന ബേസ് ലൈൻ്റെ താഴെ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും അയാൾക്ക് ആ ഡോപ്പമൈൻ ആ ബേസ് ലൈൻ എബവ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ബേസ് ലൈനിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ആൾ സബ് കോൺഷ്യസ്ലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങും. അത് അയാളുടെ തെറ്റല്ല, ഇത് അങ്ങനെയാണ് വർക്ക് ചെയ്യുള്ളൂ. കാര്യം ബ്രെയിൻ ഓൾവേസ് സീക്ക് കംഫോർട്ട് സോൺ, അതങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ചെയറിൽ ഇരിക്കുമെന്ന് വിചാരിക്കാം. നിങ്ങളൊരു ചെയറിൽ ഇരുന്ന് ഉറങ്ങുക, അവിടെ ഇരിക്കുകയാണ്, അപ്പോൾ അതേ നിങ്ങൾക്ക് ഉറക്കം വരുന്നു, തൊട്ടടുത്തെല്ലാം നിങ്ങൾക്ക് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺഷ്യസ്ലി അറിയാം ആ ഒരു ചെയറിൽ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഏതോ രൂപത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. അത് പബ്ലിക്കിലെ ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര വിയേഡായിട്ട് തോന്നും. കോൺഷ്യസ്ലി നമ്മൾ ഒരിക്കലും അങ്ങനെ കിടന്ന് ഉറങ്ങത്തില്ല. പക്ഷേ നമ്മൾ പതിയെ ഇങ്ങനെ ഉറങ്ങി പതിയെ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നിന്ന് മാറി സബ് കോൺഷ്യസ്ലി നമ്മുടെ ബോഡിയൊക്കെ കംഫർട്ടബിൾ ആയുള്ള പൊസിഷനിലേക്ക് ഇങ്ങനെ മാറും. പെട്ടെന്ന് നിങ്ങൾ എണിച്ച് നോക്കുമ്പോഴായിരിക്കും നിങ്ങളിങ്ങനെ മലന്ന് കിടക്കുന്ന ചെയറിൽ. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഓൾവേസ് സീക്ക് ദ കംഫർട്ടബിൾ പൊസിഷൻ ഓൺ യുവർ സെൽഫ്. അപ്പം ഈ പറയുന്ന ഡോപ്പമൈൻ എന്ന് പറയുന്നത് നിങ്ങളെ കംഫർട്ടാക്കുക, നിങ്ങളെ ഫീൽ ഗുഡ് ആക്കുക എന്നുള്ളൊരു സംഭവത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
അപ്പം വൺസ് നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ട്രേഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ ബേസ് ലൈനിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ്. അതിന് പല ഡിഫറെൻറ്റ് വേകളുണ്ട്. അപ്പോൾ ട്രേഡിങ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ ട്രേഡിൽ നിങ്ങൾ ലോസ് ആണെങ്കിൽ അത് അതിനേക്കാളും കൂടുതൽ ബാഡായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യും. യു വിൽ ട്രൈ ടു മേക്ക് നിങ്ങൾ ആ ലോസ് ആക്കിയതിനെ തിരിച്ചുണ്ടാക്കാൻ നോക്കും. അങ്ങനെ ഓവർ ട്രേഡ് ചെയ്ത് അക്കൗണ്ട് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ വാഷ് ഔട്ട് ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ആക്ച്വലി ഇതിനെ ബീറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവമല്ല, ഇതിനെ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങളൊരു വലിയ സ്വിച്ച് കൊണ്ടുവരാതിരിക്കുക. നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 5K അക്കൗണ്ട് ആണെങ്കിൽ നേരെ 100K പോവാതെ ആക്ച്വലി ഒരു 5K അല്ലെങ്കിൽ പതിയെ സ്കെയിൽ ചെയ്ത് മുമ്പോട്ടും, അതാണ് ഏറ്റവും ഐഡിയൽ വേ. ഇപ്പം എനിക്കറിയാം, ഇപ്പോൾ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന വേയിൽ നോക്കുവാണെങ്കിൽ സ്കില്ലുള്ളവൻ $1000 വെച്ച് ട്രേഡ് ചെയ്താലും $10,000 വെച്ച് ട്രേഡ് ചെയ്താലും കറക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട റിസൾട്ടിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഒരിക്കലും നമ്മുടെ ബ്രെയിൻ അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് കിട്ടുന്ന ഒരിക്കലും നമ്മളൊരു $10 ഉണ്ടാക്കുന്ന ഹാപ്പിനെസ് അല്ല ഒരു $1000 ഉണ്ടാക്കുന്നത്. $1000 ഉണ്ടാക്കുന്ന ഹാപ്പിനെസ് അല്ല $10,000 ഉണ്ടാക്കുന്നത്. സോ ഇത് ബ്രെയിൻ ഫീഡ് ചെയ്യുന്നത് ആ കൈൻഡ് ഓഫ് ന്യൂറോ ആക്ടിവിറ്റീസ് ആണ്, അല്ലാതെ $10 $10,000 എന്ന് പറയുന്ന നമ്പേഴ്സ് അല്ല. അപ്പം അത് എപ്പോഴും മനസ്സിലാക്കുക. ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന കാര്യം ലൈക്ക് നമുക്കൊരു കാര്യം ചെയ്യാൻ മോട്ടിവേഷൻ തരുന്ന തന്നെ ഡോപ്പമൈനാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരിക്കലും അയ്യോ അത് ഇത്ര അലമ്പ് സാധനമാണോ എന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊരു മൂവി ഇറങ്ങുമ്പോൾ മൂവി പോയി വാച്ച് ചെയ്യുന്നതാണെങ്കിലോ, നിങ്ങൾക്കൊരു ഫേവറേറ്റ് ആക്ടർ ഉള്ളത്, നിങ്ങൾക്ക് ഫേവറേറ്റ് ഒരു ആക്ടിവിറ്റി ഉള്ളത്, ഹോബി ഉള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ പേരൻസിനെ ലവ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് അണ്ടർലൈൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഓക്കെ, സോ അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി എങ്ങനെ ആക്ച്വലി ഒരു പ്രോപ്പർ അപ്രോച്ച് ഇതിലേക്ക് എടുക്കാം നമുക്ക് നോക്കാം. എങ്ങനെ ഒരു പ്രോപ്പർ അപ്രോച്ച് ഇതിലേക്ക് എടുക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ബേസ് ലൈനിൽ നിന്ന് പക്ക ഹൈക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ, ആക്ടിവിറ്റീസ് എല്ലാം മാറ്റി നിർത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇപ്പം അവിടെയും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്റ്റഡ് ആണെങ്കിൽ, എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, അവർ ഫോൺ വാച്ച് ചെയ്യുന്നതിൽ അഡിക്ഷനാണ്, അതേപോലെ സിഗരറ്റ് വലിക്കുന്നതിൽ, അതേപോലെ മാസ്റ്റർബേഷൻ ചെയ്യുന്നതിൽ അഡിക്റ്റഡ് ആണ്, അതേപോലെ തന്നെ പല സിഗരറ്റ് വലിക്കുന്നത്, പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എങ്ങനെ അവരെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം എന്ന് പറയുന്ന ബേസ് ലൈനിനേക്കാളും കൂടുതൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഡോപ്പമൈൻ ഹൈക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ട്രേഡിങ് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ ട്രേഡ് ചെയ്യാനും നല്ല ഉദ്ദേശിക്കുന്നത് ട്രേഡിങ്ങിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് വേർഡും തമ്മിൽ ആനയാടും പോലെ ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് അത് നിങ്ങൾ വേണേൽ ചിന്തിക്കുക, ഓക്കെ ഞാൻ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് $10,000 ഉണ്ടാക്കിയല്ലോ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ സസ്റ്റൈനബിലിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലല്ലേ ഒരു പാത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നതാണ് ആ ഒരു പാത്തിലേക്ക് എത്തിപ്പെടുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. അതാദ്യം മനസ്സിലാക്കുക, അതിനെ എംബ്രേസ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ കീപ് ദാറ്റ് എസൈഡ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നവരാണ്, അല്ലെങ്കിൽ വെള്ളം അടിക്കുന്നവരാണ്, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്നവരാണ്, പോൺ വാച്ച് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ട് നേരെ പോയി പോൺ ക്വിറ്റ് ചെയ്യരുത്. അല്ല, ഞാൻ ഓപ്പണായിട്ട് പറയാണ്, നേരെ പോയി നാളെ പോലെ ഞാൻ ഫോൺ ക്വിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ സിഗരറ്റ് എടുത്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ആക്ച്വലി ഒരു അഡിക്ഷനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്, അതിനെപ്പറ്റി സംസാരിച്ചിട്ടാണെങ്കിൽ കുറേ ഉണ്ട് ആക്ച്വലി. ഒരു ചെറിയ ബേസ് ഞാൻ പറയാം, എങ്ങനെയാണ് ആക്ച്വലി അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതോടെ പറയാതെ പിന്നെ ഇത്രയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് പോൺ ആൻഡ് മാസ്റ്റർബേഷൻ. അതിനെപ്പറ്റി പറയാം. കാര്യം അതാകുമ്പോൾ ലൈക്ക് ഞാനത് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ മേ ബി ചിന്തിക്കുക ഇത് അത്ര ലൈക്ക് വിയേർഡ് കോൺസെപ്റ്റ് ആണോ എന്നുള്ളത്. ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് നോട്ട്. ഒരു 95% ആൾക്കാരും ഇതൊക്കെ ചെയ്തിട്ടും വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനത്തെ എക്സാമ്പിളായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ സിഗരറ്റ് വലിയാണെങ്കിലും അതിൻ്റെയും വേണേൽ പറയാം. ഇപ്പോൾ ആക്ച്വലി ഇപ്പം എൻ്റെ കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് ആക്ച്വലി മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ പോലെ ആയിട്ടുണ്ടെന്ന്. ഞാൻ അവനോട് ചോദിച്ചത് ആക്ച്വലി ഹൗ ഓഫ്റ്റൻ എന്നുള്ളതാണ്. അപ്പം പറഞ്ഞാൽ അവന് ഡെയിലി ആക്ച്വലി ഇങ്ങനെ ഒരു ടെൻഡൻസി വരാറുണ്ട്. യൂഷ്വലി ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഔട്ട് വരാൻ ഭയങ്കര പാടാണെന്ന് അവൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ ഒബ്വിയസ്ലി ഡെയിലി മാസ്റ്റർബേഷൻ എന്നുള്ളൊരു ലൂപ്പിലേക്ക് എത്തിപ്പെട്ടു. അപ്പം ഞാൻ അവനോട് പറഞ്ഞ കാര്യം, ഹൗ ആക്ച്വലി എങ്ങനെയാണ് ഒരു പ്രോസസ്സിലേക്ക് എത്തിപ്പെടുന്നത്, എന്തെങ്കിലും ഒരു അണ്ടർലൈൻ
സാധനങ്ങളുണ്ടോ? അപ്പം പറയുന്നത് ആക്ച്വലി എന്തെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടാലോ, അല്ലെങ്കിൽ അങ്ങനെ എനിത്തിങ് റിലേറ്റഡ് ടു സെക്ഷൽ മൂഡ് എൻകറേജ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് എത്തിപ്പെടുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരിക്കലും അവനോട് പറഞ്ഞില്ല പോയിട്ട് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അതാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത, പോൺ വാച്ച് ചെയ്തിട്ടാണ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വിയർഡ് പാർട്ട്. മാസ്റ്റർബേഷൻ ഈസ് എ നോർമൽ പ്രോസസ് ഫസ്റ്റ് ഓഫ് ഓൾ. അതൊരു ഒരിക്കലും ബാഡ് ഹാബിറ്റ് അല്ല. അതെപ്പോൾ ബാഡായിട്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ഫീൽ, ഇപ്പം ഒരു ബോഡി ഡിസ്മോഫിയെ പറ്റിയൊക്കെ പറയത്തില്ലേ, ഇപ്പം വണ്ണമുള്ളവർ, തടിയുള്ളവരെ നമ്മൾ ഒരിക്കലും തടിയാന്ന് വിളിച്ച് കളിയാക്കുന്നത് വെറും മണ്ടത്തരമാണ്. ലൈക്ക് എവരി ബോഡി ഈസ് ഓക്കെ, ലൈക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ. അല്ലാതെ ഒബ്വിയസ് ആയിട്ടിരിക്കുന്നത് ഒരിക്കലും ബാഡല്ല, അല്ലെങ്കിൽ തിന്നായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്കിന്നി ഫാറ്റ് ആയിട്ടിരിക്കുന്ന ഒരിക്കലും ബാഡല്ല. ലൈക്ക് ആ ആൾക്ക് തന്നെ തോന്നണം ഇത് ഓക്കെ അല്ല, നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അതേപോലെ ഒരു സെയിം സംഭവമാണ് ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഡെയിലി ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ബയോളജിക്കലി അതൊരിക്കലും നിങ്ങളെ ഹാം ചെയ്തില്ല. പിന്നെ പക്ഷെ ഇവിടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈക്കോളജിക്കലി പല എഫക്റ്റും കൊണ്ടുവരാറുണ്ട്. ഇത് തന്നെ ആക്ച്വലി നമ്മളെ ഈ പറയുന്ന സൈക്കോളജിക്കൽ റീസൺ തന്നെ നമ്മളെ ബയോളജിക്കലി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് വേണേൽ പറയാം. അപ്പം ഞാൻ അവനോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് യു കണ്ടിന്യൂ യുവർ മാസ്റ്റർബേഷൻ, പക്ഷേ ആ ഒരു പോൺ വാച്ച് ചെയ്യുക എന്ന് പറയുന്ന സംഭവം മാറ്റി വെക്കുക. ലൈക്ക് നിനക്ക് വേറെ മറ്റു കാര്യങ്ങൾ ലൈക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്തോ, കുഴപ്പമില്ല. നോട്ട് കിഡിങ്, ഐ ആം ജസ്റ്റ് സേയിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സംഭവമാണ് ഞാൻ അവന് കൊടുത്ത അഡ്വൈസ്. പിന്നെ പതിയെ ഇപ്പം ഡെയിലി മാസ്റ്റർബേഷൻ ചെയ്യാൻ തോന്നുക എന്ന് പറയുന്നത് ലൈക്ക് മാക്സിമം കൺട്രോൾ ചെയ്ത് 2 days 1 എന്നൊക്കെ ഉള്ള രീതിയിലേക്കാക്കി അങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ചാർട്ട് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഡോപ്പമൈൻ ബേസ് ലൈൻ എന്ന് പറയുന്നത് അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ താഴെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും. അവന് പിന്നീട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് അഡിക്ഷനിലേക്ക് പോകും. പിന്നെയും ചാൻസ് ഭയങ്കര, നേരത്തെ കള അഡിക്റ്റഡ് ആവാനാണ് ചാൻസ് ഭയങ്കര കൂടുതൽ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ നാളെ പോയിട്ട് നിങ്ങൾ സിഗരറ്റ് വലി നിർത്തുകയല്ലേ ചെയ്യേണ്ടത്. ഡെയിലി 3 സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ 2 സിഗരറ്റിലേക്ക് ചുരുക്കുക. പിന്നെ അങ്ങനെ 1 സിഗരറ്റിലേക്ക് ആക്കുക. പിന്നെ വെരി ഓഫ്റ്റൺ ആക്കുക. 2 ദിവസത്തിൽ 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ 1 സിഗരറ്റ് വലിക്കുക. അങ്ങനെയാണ് അഡിക്ഷൻസ് കുറച്ചുകൊണ്ട് വരുന്നത്. വാട്ട് എവർ ദ അഡിക്ഷൻ ഈസ്, അത് തന്നെ. ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ഒരു ഗ്രാഫ് മേലോട്ട് പോകുന്നു, ആ ഗ്രാഫിനെ ഒരിക്കലും താഴോക്ക് നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരുന്നത്, മേപ്പോട്ട് ഒരിക്കലും പെട്ടെന്ന് കൊണ്ടുവരും. അതിൻ്റെ ബേസ് ലൈൻ ഉണ്ട്, അവിടെ നിന്ന് വേണം കളിക്കാൻ. ഇനി താഴോട്ട് മേപ്പോട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഗുഡ് വേയിലായിരിക്കണം, സ്പീഡിലാവരുത്. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ആൻസർ. ഒരു അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് ബ്രീച്ച് ചെയ്യുക, ഒരു ട്രേഡ് എടുത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് ഓവർ ട്രേഡ് ചെയ്ത് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ഇക്വിറ്റി കർവ് താഴോട്ട് പോകുന്നത്. അത് നല്ലതല്ല. നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പാസ്സാവുകയാണെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി റൂളിനെ ബാധിക്കും. അതും അത്ര നല്ലതല്ല. പതിയെ സ്ലോ പ്രോസസ് ഇസ് ഓൾവേസ് ഗുഡ്. എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ജോക്കിങ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വാട്ട് എവർ യു ഡു ഇറ്റ് ഹാസ് സംതിങ്, ഒരു ബാക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോട്ട് ഓൾവേസ് ഇറ്റ്സ് യുവർ പ്രോബ്ലം. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പം. അപ്പം ആ അറിയാത്ത കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നോക്കുക. അല്ല അതിനകത്ത് വേറെ പ്രത്യേകിച്ചുള്ള തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് ഒരു കാര്യത്തെപ്പറ്റി അറിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇപ്പം ഞാൻ ഈ ഡോപ്പമൈനെ പറ്റി പറഞ്ഞു. എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇനി വേണേൽ എൻ്റെ മെറ്റാ അനാലിസിസ് സ്റ്റഡീസൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെനിക്ക് DM ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോറ പോലുള്ള സൈറ്റിലും ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ, റെഡിറ്റിലൊക്കെ നല്ലപോലെ ഇതിനെപ്പറ്റി റീഡ് ചെയ്യാൻ പറ്റും. അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് അതിന് വെളി വന്നത്, ഡോപ്പമൈൻ ഡീടോക്സ് എന്താണ്, ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ വേർഡ് എന്നെ സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ട് അതിനെ കൂടെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഡോപ്പമൈൻ ഡീടോക്സ് ഇത് വലിയൊരു ഫാക്ടറാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ 1 വർഷം മുന്നേ എന്തോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ഇപ്പം ഫോൺ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ഹാപ്പി ഹോർമോൺസ് ലൈക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോഴായാലും ഇതൊന്നും എഫേർട്ട് ഇല്ലാതെ ആക്ച്വലി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന, ലൈക്ക് നിങ്ങളൊരു റീല് വാച്ച് ചെയ്യാന്ന് വിചാരിക്കുക. നിങ്ങൾ 1 മണിക്കൂർ ഒരു റീല് വാച്ച് ചെയ്തു. ഈ 1 മണിക്കൂർ റീല് വാച്ച് ചെയ്യുമ്പോൾ ഈ 1 മണിക്കൂർ നിങ്ങൾ കണ്ട റീല് പല ഇമോഷൻസ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ. സന്തോഷമുള്ള റീലുണ്ടാവും, സങ്കടമുള്ള റീലുണ്ടാവും, അതേപോലെ ലൈക്ക് സെക്ഷൽ ഫീലിങ്സ് കൊണ്ടുവരുന്ന റീലുണ്ടാവും, അതേപോലെ തന്നെ ദേഷ്യം കൊണ്ടുവരുന്ന റീലുണ്ടാവും. പല ഫീലിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ കൂടെ ഒരു റീലിൽ നിന്ന് ചിലപ്പം ഒരു റീല് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര വിഷമമാവും, അടുത്ത റീല് കോമഡി ആയിരിക്കും. അപ്പം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മൂഡ് സ്വിച്ച് ആവും. ഇതെല്ലാം ആക്ച്വലി നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഗ്രാഫ് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്. സോ അതുകൊണ്ട് തന്നെ റീല് വാച്ച് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു നീഷ് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുക. ഇൻസ്റ്റാഗ്രാമിലായാലും ഒരു നീഷ് ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുക. ഇപ്പം എൻ്റെ ഫീഡ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ തോന്നുന്നത് അപ്പം ഞാൻ നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കും. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഒരേ നീഷിലുള്ള സാധനങ്ങൾ ഞാനെല്ലാം ഇൻട്രസ്റ്റഡ് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു 10 വട്ടം ഒരു 10 റീൽ ഞാൻ സ്ക്രോൾ ചെയ്താലും അതിനകത്ത് ഒരു 8 എണ്ണമെങ്കിലും ആക്ച്വലി എനിക്ക് സെയിം ഒരു ഫീൽ കൊണ്ടുവരുന്ന സാധനമായിരിക്കും. പറഞ്ഞു മനസ്സിലായില്ല? അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡോപ്പമൈൻ ഡീറ്റോക്സ് എന്ന് പറയുമ്പോൾ അടുത്ത കുറേ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് മോങ്ക് മോഡിലോട്ടൊക്കെ പോകുന്നത്. ലൈക്ക് ഫോണൊന്നും യൂസ് ചെയ്യാതെ ഒരു മാസത്തേക്ക് ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്തില്ല. യു ഹാവ് ടു മാൻ, ലൈക്ക് നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? നിങ്ങൾ ലൈക്ക് പറയുകയാണെങ്കിൽ ഇതിനെല്ലാം നമുക്കൊരു കൺട്രോൾ ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തും നല്ല കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. നല്ല നല്ല ഐഡിയാസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടും. നല്ല നല്ല ശീലങ്ങൾ ഇൻസ്റ്റാഗ്രാം തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ വന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് ബെറ്റർ ആവാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫാക്റ്റ് അങ്ങനെയാണ്. പല സമയത്തും ആക്ച്വലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ നല്ല ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ നീഷിനനുസരിച്ച് അതേ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ്റെ ആൽഗുരിതവും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആൽഗുരിതവും കൂടെ ഒന്നായിരിക്കണം. നിങ്ങളുടെ ഡിസയറിന് വേണ്ടി മാത്രമുള്ള ആക്ച്വലി ലൈക്ക് ആർക്കാണ് സെക്ഷൽ ഡിസയറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും വരാത്തത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മാത്രം ടൂളാക്കി മാറ്റിയെടുക്കുകയാണെങ്കിൽ ലൈക്ക് ചിലരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ പോൺ ഹബ് തുറക്കുന്നവരാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കത്തമാരെ. ലൈക്ക് ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യം നോട്ട് ഇൻട്രസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം പക്കയായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുക. അത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ബെറ്ററായിട്ട് കാര്യങ്ങളിനെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം. യൂട്യൂബ് ആണെങ്കിലും സെയിം സംഭവം. ഈ സെയിം സാധനം തന്നെയാണ് നിങ്ങൾ ആയിരിക്കുന്ന ലൊക്കാലിറ്റി ആൻഡ് ദ പീപ്പിൾ ഹൂ അറൗണ്ട് യു. ഇതെല്ലാം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാം ആയിട്ടുള്ളൊരു ഏരിയ ചൂസ് ചെയ്യുക ആൻഡ് ബി അറൗണ്ട് വിത്ത് ഗുഡ് പീപ്പിൾ ആൻഡ് സെയിം വൈബുള്ള ലൈക്ക് സെയിം ഒരു ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ലൈഫാണ് എപ്പോഴും ഗുഡ്. ലോ റെസിസ്റ്റൻസ് മീൻസ് ഗോ സ്ലോ ഓൾവേസ്. എപ്പോഴും ഏത് കാര്യം ചെയ്താലും പതിയെ ചെയ്യുക. നിങ്ങൾ ഫുഡ് കഴിക്കുന്ന ആയിക്കോട്ടെ, ഓടുന്ന മീൻസ് പതിയെ സ്പ്രിൻറ്റ് ചെയ്യുന്ന ഡിഫറൻ്റ് ആണ്. ഞാൻ പറഞ്ഞ എന്ത് കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യവും പതിയെ ചെയ്യുന്നതിൻ്റെ ബ്യൂട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പതിയെ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. വാട്ട് എവർ ഇൻ ദിസ് വേൾഡ് നിങ്ങൾ എന്ത് കാര്യവും ഏത് ആക്ടിവിറ്റിയും നിങ്ങൾ പതിയെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്കം ഈസ് സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ്. നിങ്ങളുടെ ആ പ്രോസസ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ആൻഡ് ദ ഔട്ട്കം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. സോ അതിൻ്റെ ആ ഒരു ഫീലില്ലേ, ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ഈ സ്ലോ പ്രോസസ്സ് ആകുമ്പോൾ ദർ ഹാസ് ഡൗൺ ഉണ്ട്, അപ്പ് ഉണ്ട്, ഡൗൺ ഉണ്ട്, എല്ലാം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം നിങ്ങളൊരു സ്കില്ല് ബിൽഡ് ചെയ്യുന്ന ആയിക്കോട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഒരു പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നുള്ള വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുക. സോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾ കൊടുക്കുന്ന സാധനം, ഇപ്പം ചിലരുണ്ട്, ഞാൻ പിന്നെയും പല ടോപ്പിക്കിലേക്ക് മാറിപ്പോകും. എനിക്കറിയാം വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് ആക്ച്വലി എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ കുത്തിയിരിക്കും. ട്രേഡിങ്ങിലാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ മെൻറ്റർഷിപ്പിലുള്ള ആൾക്കാരോട് പറയുന്ന കാര്യമാണ്, ഒരു ദിവസം 1 മണിക്കൂർ കൂടുതൽ നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഔട്ട്കം കിട്ടത്തില്ല എന്നുള്ളത് കാര്യം എനിക്കറിയാം ആക്ച്വലി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഒരു സർട്ടൺ ടൈമിൻ്റെ ഉള്ളിൽ അബവ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക. ഞാൻ എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. എനിക്കറിയാം ഞാൻ മോർ റിലേറ്റഡ് ടു ട്രേഡിംഗ് എന്നുള്ള രീതിയിനേക്കാളും ഡോപ്പമൈൻ എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ സ്ലോ റിലീസിങ് സ്റ്റഫായിട്ട് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഒരു ഹൈലി എഫക്റ്റീവ് ഒരു പ്ലാൻ ബിൽഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകിന് പോകാതിരിക്കുക. എപ്പോഴും എന്ത് കാര്യം ചെയ്താലും സ്ലോ ഡൗൺ ചെയ്യുക. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പെർഫോമൻസിനെയും കിട്ടിയിട്ടുള്ള ഹാപ്പിനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഹാപ്പിനെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇഫ് ഇറ്റ് ഈസ് സ്ലോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും. അല്ല പെട്ടെന്ന് നിങ്ങൾ കൂടുതൽ പൈസ ഉണ്ടാക്കി പിന്നെ പെട്ടെന്ന് നിങ്ങൾ ലോസ് വരുന്നു, പെട്ടെന്ന് ആ കൂടുതൽ പൈസ ഉണ്ടാക്കിയതിൽ അവിടെ ലോക്കാവും, അവിടെ നിങ്ങളുടെ ഡോപ്പമൈൻ്റെ കർവ് ലോക്കാവും. ഇല്ലേ, നമ്മൾ
ഇക്വിറ്റി കർവ് നമ്മൾ ഡ്രോ ഡൗൺ കർവ് നമ്മൾ ലോക്കാവുന്ന പോലെ ബഫർ ലോക്കാവുന്ന പോലെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാപ്പി ആവണമെങ്കിൽ അതിന് എബോവ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോഴായാലും നിങ്ങൾക്കിപ്പം ഹാവിങ് തിങ്സ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഗെറ്റിംഗ് തിങ്സ് എന്നാണ്. കാര്യം ഇപ്പം നിങ്ങളൊരു പുതിയ സാധനം മേടി, ഇപ്പം ഞാൻ എൻ്റെ ഹിമാലയൻ മേടിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പം എനിക്ക് സന്തോഷമില്ലെന്നല്ല, ആ ഒരു ഹാപ്പിനെസ് പതിയെ തിരിച്ച് ആ ബേസ് ലൈനിലേക്ക് എത്തിപ്പെട്ടു. ഇനി എനിക്ക് പുതിയൊരു ബൈക്ക് മേടിക്കുമ്പോൾ പിന്നെ ഈ സാധനം കയറിപ്പോവും. അപ്പം അതാണ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് എപ്പോഴും പതിയെ മുമ്പോട്ട് കൊണ്ടുപോകുക. ആൻഡ് എൻജോയ് വാട്ട് യു ഹാവ് റൈറ്റ് നൗ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. കാര്യം അതിൽ എൻജോയ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഇപ്പോൾ ഉള്ള സാധനത്തിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ, എൻജോയ് ചെയ്യുമ്പോൾ ദ ബ്രെയിൻ, ഡോപ്പമൈൻ അല്ല ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു കറക്ഷൻ പാത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള കാര്യത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, ഗ്രേറ്റ്ഫുൾ അല്ല, നിങ്ങൾക്ക് അയ്യോ ഇത് കൂടുതൽ വേണം ഇത് വേണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈക്ക് ഒബ്വിയസ്ലി അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ബ്രെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. വാട്ട് യു ഹാവ് അതിലെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ പലതും പലരുടെയും ഡ്രീം ആയിരിക്കും. അത്രയും ചിന്തിച്ചാൽ മതി. പലരുടെയും ഡ്രീം സാധനങ്ങളായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ളത്. ചിലപ്പോൾ ഒരാളുടെ ഡ്രീം ആയിരിക്കും ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത്, പക്ഷെ നിങ്ങൾ കഴിക്കുന്നുണ്ട്. നിങ്ങൾ പലരുടെയും ഡ്രീം ആയിരിക്കാം ഒരു ചോരാത്ത വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾക്കുണ്ട്. പലരുടെയും ഡ്രീം ആയിരിക്കും ഒരു ടച്ച് സ്ക്രീനുള്ള ഫോൺ വേണമെന്നുള്ളത്. അത് നിങ്ങളുടെ കയ്യിലുണ്ട്. ലൈക്ക് ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. പക്ഷേ so grateful for what you have other than seeking for fake speed dopamine kick. Thank you for watching.